ഇന്നിപ്പോ ഒരു കടയിൽ കയറിയാലും നമ്മൾ സംസാരിക്കും, ഇന്ന് ആരോടെ ഇരുന്നത് നീ? അതെ, ഈ ഇടയ്ക്ക് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇരുന്ന് കുത്തിയൊക്കെ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് റീല് പോലുള്ള വ്യക്തികളായിട്ട് കാണണ്ട. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന 4 പേര് ഒരു സിനിമ ഇറങ്ങി അത് വന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ എന്താണ് പറയാനുള്ളത്. അത് എന്താണ് നമുക്കും പറഞ്ഞുതരാൻ അറിയില്ല. വലിയ ആക്ടേഴ്സ് ആയ പോലും ചിലപ്പോൾ അവരുടെ എന്തൊക്കെയാണ് കുച്ചികൾ നടക്കുന്നത് പറയണ്ട. ടോവിനോ ചേട്ടനൊക്കെ പറയുന്നു. അതെ 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 പറയുന്നുണ്ട്. ഒരു മെയിൻ ചാനൽ പേര് പറയുന്നില്ല, അവരുടെ അതെ അതെ കുറച്ച് എക്സ്ട്രീം പോയിട്ട് ആളുകൾ വാഴ 2 മുമ്പിൽ ദൃശ്യം വേർക്കും എന്നുള്ള രീതിയിൽ വരെ പോലും ആളുകൾ ഇതാക്കുക. അത് നിങ്ങളോടുള്ള വിശ്വാസം കാരണം കൊണ്ട്. ഇവരാദ്യം ദൃശ്യം 3ക്ക് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. വിപിൻ ദാസ്. അതെ ചില അമ്മമാര് അവരൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര സന്തോഷമാണ് നമ്മൾ. അതായത് നമ്മൾ ചെയ്യുന്ന കൂടുതലും പയ്യന്മാരെ ആണെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത സ്ഥലത്ത് നമ്മൾ അറിയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവരത് കാണാൻ സാധ്യത ഇല്ല, പക്ഷെ അവരെ തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓഡിഷനുകളിലൂടെ തുടങ്ങി ഷോർട്ട് ഫിലിമിലൂടെ അഭിനയിച്ച് തെളിഞ്ഞ മലയാളത്തിന്റെ ടാലന്റാണ് അജു വർഗീസ്. അദ്ദേഹം ഹാഷിറിനെയും അലനെയും വെൽക്കം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ടാലന്റിന്റെ ഒരു ചരിത്ര വഴിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വാഴ 2ന്റെ പ്രൊമോഷൻസ് ആണ്. നമസ്കാരം. ശരിക്കും അതൊരു എന്താ പറയാ കൈമാറുന്ന പോലത്തെ ഒരു അവസ്ഥയില്ലേ? ഇവരും എന്താ പറയാ പല പല ചെറിയ ചെറിയ വീഡിയോസിലൂടെ വന്ന് ഇന്ന് ദൃശ്യത്തിന്റെ ഒപ്പം ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ കോമ്പറ്റീഷൻ ആയിട്ടല്ല, എന്നാലും അതിനൊരു ആ കോണ്ടന്റിലൊരു വിശ്വാസം വേണ്ട. പാവിച്ചേട്ടൻ്റെ വഴി എടുക്കുകയാണെങ്കിലും ഓഡിഷനിലൂടെ തുടങ്ങി ഷോർട്ട് ഫിലിംസിലൂടെ പല പല കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് അവരും ഇന്ന് ഡയറക്ടേഴ്സാണ്. പാവിച്ചേട്ടനും ഇന്ന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അവരുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ പുതിയൊരു സെറ്റ് ഓഫ് ടാലന്റിനെ വെൽക്കം ചെയ്യുന്നു. ഹൗ ഡസ് ഇറ്റ് ഫീൽ? നമ്മൾ ഇവരുടെ ഹ്യൂജ് ഫാനാണ്. ഇപ്പം തുടക്കത്തിൽ ഇഗ്നോറന്റ് ആയിരുന്നു, ബട്ട് ഹ്യൂജ് ഫാനായി മാറി. അത് അവരുടെ ഈ വിഷ്ണു ഇപ്പൊ പറഞ്ഞ പോലെ അവരുടെ പ്യുവർ മെറിറ്റിലാണ്. അതെ അതെ ഒരു ഗിമിക്കിലൂടെയല്ല. ഇന്ന് അവര് ഒരു പ്രിവിലേജും ഇല്ല. അവര് മാത്രമല്ല അവരിത് എയിം ചെയ്തല്ല. അതുകൊണ്ട് എന്റെ ബ്യൂട്ടി ഉണ്ട്. സത്യസന്ധമായി അവര് നമ്മളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത് അവരുടെ ടൈം പാസുകളായിരിക്കാം പിന്നെ കേരളം ഫുൾ മെജോറിറ്റി ഫാൻസായി മാറിയത്. അപ്പൊ അവരോടൊപ്പം ഒരു സിനിമയിൽ ഭാഗമാവാൻ അവസരം കിട്ടിയപ്പോൾ ഞാനാണ് വളരെ എക്സൈറ്റഡ് ആയത്. വിപിനോട് പറഞ്ഞ കാര്യം, വിപിനാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്. എന്തൊക്കെ പറഞ്ഞാലും വിപിൻ എന്ന് പറയുന്ന വളരെ ഒരു വിഷണറി വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോഴും മനസ്സിലാവും. അപ്പൊ ആ വിഷനിൽ ആണ് ഇവരൊക്കെ വാഴ 2 എത്തുന്നത്. ഞാൻ അതിൽ ഒരു 3-4 സീനുള്ളൊരു ഇവരുടെ ഒരു ടീച്ചറിന്റെ വേഷമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാൽ കൂടിയും ഇവരോടൊപ്പം ഈ പ്രൊമോഷൻ ഇരിക്കുമ്പം ഐ ആം ഫീലിംഗ് പ്രിവിലേജ്ഡ്. ബിക്കോസ് ഓരോ കാലഘട്ടത്തിനും ഓരോ കണ്ണ് വേണം. അന്ന് എന്താണോ ഏറ്റവും നന്നായി സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എന്തായി നന്നായി വിഷ്വലി സെല്ല് ചെയ്യുക എന്ന് അറിയാവുന്ന ഒരു കണ്ണ്, അത് ഇവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നന്നായിട്ടുണ്ട്. അത് ഇവര് വഴി പലപ്പോഴും അലനാണ് എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഷൂട്ടിന്റെ സമയത്ത് എടാ ഞാൻ ചോദിക്കും ഇത് എന്താണ്, ഇതിങ്ങനെയാണ്. അല്ലാത്ത അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവരെ അധികം ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നാളെ അവരും എന്താ പറയാ അടുത്ത ഒരു ടാലന്റിനോടൊപ്പം. സോ ഇറ്റ് ഈസ് അതൊരു സൈക്കിൾ ആണല്ലോ. അതെ അതെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴേ കുറച്ച് ക്രിയേറ്റേഴ്സ് വർക്കലയിൽ നിന്ന് ഫോണിൽ ഒരു കാര്യം ഷൂട്ട് ചെയ്യുന്നു, ഹെൽത്തി കുട്ട എന്നുള്ള വീഡിയോ ആണ്, അത് നെറ്റ്ഫ്ലിക്സ് ആണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോണ്ടന്റ് എത്രമാത്രം ഇന്റർനാഷണൽ ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്യുവർലി ഓൺ മെറിറ്റ്. കറക്റ്റ്. വെൽക്കം ടു മലയാളം സിനിമ. വലിയ ഫാനാണ് ഞാനും ഈ ക്യാമറയ്ക്ക് പിറകിലിരിക്കുന്ന എല്ലാവരും, എല്ലാ ആളുകളും അവരൊക്കെ തലയാട്ടുന്നുണ്ട്. അപ്പൊ എത്രമാത്രം എന്താ പറയാ ഒരു നമുക്ക് പുതിയൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്യാണല്ലോ വലിയ സ്കെയിലിൽ വലിയ ബഡ്ജറ്റിൽ, എത്രമാത്രം ഉള്ളിൽ ടെൻഷൻ ഉണ്ട്? ആദ്യമായിട്ട് ചെറിയൊരു ഇതുണ്ട്, ഇതെന്താവുമെന്ന് അറിയില്ല. പടം ഇറങ്ങി ആൾക്കാരുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അവര് കണ്ടാലേ കറക്റ്റ് നമുക്കും ആ ഉത്തരം കിട്ടും, നമ്മൾ എന്താണ് ചെയ്തത്, ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം. ഈ ഹാഷിറിന്റെ പേരിൽ കുറെ അധികം ഫാൻ പേജുകള്, ഇപ്പൊ ഒരു പുതിയ ക്രിയേറ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഹാഷിറിന് ശേഷം വിഭവം കൊള്ളാം അങ്ങനെയൊക്കെ ഒരു ബെഞ്ച് മാർക്കിലൊക്കെ ആളുകൾ കമന്റ് ചെയ്യുക.
ആളുകള് ഇങ്ങനെ ഒരാൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പറയാം നിങ്ങളുടെ ടീമിന്റെ മൊത്തത്തില്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോകണം അങ്ങനെ ഒരു തോന്നലൊക്കെ ഉള്ളിൽ വരുന്നുണ്ടോ? അതെ 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 അതെ. കാര്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. നേരത്തെ നമ്മള് ഒരു ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാലും നമ്മള് സിമ്പിളായിട്ട് കണ്ടാൽ മതി, നമ്മൾ നമ്മളായിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് നിൽക്കേണ്ട സ്ഥലത്തെ നമ്മൾ അങ്ങനെ നിൽക്കത്തുള്ളൂ. അതായത് നമ്മള് പുറത്ത് ഒരിക്കലും അങ്ങനെ നിൽക്കാറില്ല. കാര്യം അതൊരു പൊതു സ്ഥലമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പല രീതിയിൽ അത് എതിർപ്പ് വരും. എനിക്ക് ഇവരുടെ പേഴ്സണലി ഭയങ്കര ഇന്ററപ്റ്റ് ചെയ്തതിൽ ക്ഷമിക്കണം, ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. ഒന്ന് കുറച്ച് ഇവരുടെ പെർഫോമൻസ് ടൈമിലുണ്ട്, ഇല്ലാന്നല്ല. അല്ലാതെ ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി, ഇവർ അറ്റൻഷൻ സീക്കേഴ്സ് അല്ല. അല്ല 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 അത് ഒരുപാട് മതിപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ്. കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതായത് ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു ചെറിയ ചീത്തകൾ വിളിക്കുമായിരുന്നു, ഇല്ലെന്നല്ല, വിളിക്കരുത്. കാര്യം അത് നമ്മളിടയിൽ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നോർമൽ ലൈഫിൽ നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കും. നമ്മൾ കാറിൽ പോകുമ്പം ചിലപ്പോൾ കാറിലൊക്കെ നമ്മുടെ വരുമ്പോഴേക്കും ഇവനായിരുന്നു ഇത് എന്ന് തോന്നും. കാര്യം അവിടെ നമ്മൾ വേറെ രീതിയിൽ അത്രയും ഇതൊരു ഇപ്പൊ ഒരു വീഡിയോ നമ്മളിപ്പോ ഒരു 5-6 പേരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഇത് പോണത് എത്രയും ലക്ഷം ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ നമ്മളൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം അതൊക്കെ നമ്മളൊരു ഇന്റർവ്യൂവിലും സൂക്ഷിക്കണം. ഇന്റർവ്യൂവിൽ മാത്രമല്ല ഒരു വീഡിയോയിലും. ഒരു 3 പേരാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അത് കാണുന്നത് ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിനെക്കാട്ടി ആൾക്കാരാണ് ആ വീഡിയോ കാണുന്നത്. 8M അല്ലെ 9M ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത്ര ആൾക്കാർ ഇടയിൽ പോവേ. അതായത് അവൻ ആ വാക്ക് വീണ്ടും കാണാം എടുത്തെടുത്ത് കണ്ടുകൊണ്ടിരിക്കും. ആണെങ്കിൽ അവന് വേണമെങ്കിൽ അതിൽ അഭിപ്രായം പറയാം. അപ്പൊ ചുമ്മാ പറഞ്ഞു പോണ ഒരു പരിപാടിയല്ല അല്ലല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതായത് അങ്ങനെ അങ്ങനെ പറയുന്ന ചില നല്ല ചീത്ത അത് റിമൂവ് ചെയ്തു. ഞാൻ കണ്ടതിലൊന്നും അങ്ങനത്തെ ഒന്നും താഴെ പോയി കിട്ടും. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ആലോചിച്ചിരിക്കും, ഇവിടെ നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ല. 10K വ്യൂ കിട്ടിയാലും 10,000 പേരാണ്. 10,000 പേരാ. അതെ, ഹ്യൂജ് ആണ്. അത് 10,000 പേര് കണ്ടാൽ അത്രയും പേർക്ക് അത് ഇടയിൽ അത് എത്തി. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിപ്പോ 10 ആയാലും 1K ആയാലും 1000 പേര്. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് എത്ര പേരാണ് ചേട്ടാ? 2000 പേര് മാക്സ്. 2000 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2000, 3000 അതൊരു വലിയ കാര്യം തന്നെയാണ്. 10K എന്ന് പറയുമ്പോൾ അത് ചെറുപ്പ കുറവാ തോന്നും. 10K നമ്മളൊരു സീനിൽ 10,000 ആക്ടേഴ്സ്, സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ നമ്മൾ നിരത്തുമ്പോൾ അറിയാം അതിന്റെ വലിപ്പം. അപ്പോഴാണ് 1,00,000 വ്യൂവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഡയലോഗ് ഇതങ്ങ് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ ക്ലിയർ ആയില്ല. ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. അതായത് ചീത്ത വിളിക്കുന്ന വാക്കുകൾ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ കഴിഞ്ഞ് വന്നപ്പം ഇത് കൊച്ചു മക്കളും ഈ പ്രായമുള്ളവരും കാണുന്നുണ്ട്. അപ്പൊ നമ്മളത് ചെയ്താൽ അത് ഇൻഫ്ലുവൻസ് ആവും. മനസ്സിലായില്ലേ? അത് അങ്ങനെ ആവുന്നോണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് ഒതുക്കി. പിന്നെ നമ്മളല്ലാതെ ചെയ്തു. പക്ഷെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിച്ചൊരിക്കലും റിയൽ ലൈഫ് അങ്ങനെയല്ല. ഈ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ആ ഡയലോഗ്, ഐ മീൻ ആ ഒരു ഇത് നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ ഭാഗമായി തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ഒരു വലിയ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ഒരു കൊലപാതകമൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ലിംഗോല് വരിക എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ എന്താടാ നമ്മൾ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാൻ വരുന്നത് എന്നുള്ള പോലെയൊക്കെ തന്നെ ആയിപ്പോയി ആ ഡയലോഗ്. ഈ ന്യൂസ് ചാനൽസ് അത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അലനും ഹാഷറിന്റെ ഫീലിംഗ് എന്തായിരുന്നു? ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒരുപാട് പേർക്ക് ഇടയിൽ അത് എത്തി എന്നാലോചിച്ച് ഭയങ്കര സന്തോഷം. ഒന്നത്തെ കാര്യം, നമ്മൾ ഈ ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാളെ നമുക്ക് ഇത് ട്രെൻഡ് ആക്കണം, ആൾക്കാരുടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഡയലോഗ്സ് എല്ലാം ഒന്നും നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. അതിപ്പം പറഞ്ഞ് എന്തൊക്കെയാണ് കൊച്ചുകളത്തിൽ പറയുമ്പോഴത്തേക്ക് അതിന് റിപ്ലൈ ആയിട്ട് എനിക്ക് വരുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് എന്ന് ഞാൻ അവിടെയാണ് അതൊരു ഇതുണ്ടാവുന്നത്. അത് റിയൽ അല്ലാണ്ട് അത് ട്രെൻഡിങ് ആവാനോ ആൾക്കാർക്കിടെ എത്തിയാൽ സംസാരിക്കാൻ വേണ്ടോ ഒന്നും ഒരിക്കലും ഉണ്ടാക്കുന്ന ഡയലോഗ്സ് അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചില വീഡിയോസ് ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില റീലിന്റെ ചില ഡാൻസ് ഇതൊക്കെ അതും പ്ലാൻഡ് അല്ല. അതും ഞങ്ങൾ ചിലപ്പോൾ അവിടെ സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം. പിന്നെ അത് ആൾക്കാർക്കിടെ എത്തുന്ന ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നത് ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ടല്ല. ആൾക്കാരത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേരത് ഇപ്പൊ വലിയ ആക്ടേഴ്സ് ആയ പോലും ചിലപ്പോൾ അവരുടെ എന്തൊക്കെയാണ് കൊച്ചുകൾ നടക്കുന്നതെന്ന് പറയണ്ട. ടോവിനോ ചേട്ടനൊക്കെ പറയുന്നുണ്ട്. അത് വിഷ്ണു പറഞ്ഞ കറക്റ്റ്.
ഒരു മെയിൻ ചാനൽ പേര് പറയുന്നില്ല, അവരുടെ മെയിൻ ക്യാപ്ഷൻ ആയിരുന്നു. അതെ അതെ, അവരുടെ കാർഡിലൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്ന അപ്പൊ അവരുടെ ഒരു വലിപ്പം. അതുപോലെ ഇപ്പൊ ആര് ഷുഗർ കട്ട് എടുത്താലും ആര് ഡയറ്റ് നോക്കിയാലും ഹെൽത്തി കുട്ട എന്നാണ് വിളിക്കുന്നത്. ഈ മന്തിയുടെ ഇവരുടെ വീഡിയോസ് ഇല്ലേ, എനിക്ക് ഒരുപാട്, എനിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റിലേറ്റബിൾ ആയിരുന്നു. എസ്പെഷ്യലി ആ ഈ പറഞ്ഞ പേര്, ഇനി നമ്മളതിന് പ്രൊമോഷൻ കൊടുക്കുന്നില്ല, പക്ഷെ എന്നാൽ കൂടി ഈ ഇങ്ങനെയുള്ള പദങ്ങളുണ്ടല്ലോ, ഇപ്പം ഹെൽത്തി കുട്ട, എന്തൊക്കെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഇത്. പക്ഷെ നിങ്ങൾ വൺസ് അത് വർക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു റീലിൽ ഉപയോഗിക്കുന്നുമില്ല. അപ്പൊ സാധാരണ ആളുകൾ അതിന്റെ തന്നെ ഒരു ഫ്രാഞ്ചൈസ് പോലെ അത് ഇങ്ങനെ പതുക്കെ 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 ഇട്ടിട്ട് പോവുക ചെയ്യുക. ഇത് നിങ്ങൾ ഒരിക്കലും സ്വയം റിപ്പീറ്റ് ആവാതിരിക്കാൻ ബുദ്ധിയുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് എടുത്ത തീരുമാനം. അതെ, കാര്യം ഒരു ട്രെൻഡ് ആയി ആൾക്കാരെടുക്കണം. അതായത് നമ്മൾ ഈ പറയുന്നതിൽ അവർക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അവര് പറയുന്നത്, പിന്നെ നമ്മൾ ചെറിയൊരു ബൂസ്റ്റ് എന്തെങ്കിലും സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ഇട്ടൊന്നും ഇതാക്കി കൊടുക്കത്തേ ഉള്ളൂ. ബാക്കി അവര് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വീണ്ടും അതിലൂടെ നിൽക്കാതെ അടുത്ത പുതിയത് എന്തെങ്കിലും ചെയ്യാം. കാര്യം അത് ട്രെൻഡ് പൊക്കോളൂ. ആക്സിഡന്റ് വന്നാലും പറയും അങ്ങോട്ട് വേണ്ട, അത് മറ്റേ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തില്ല, അത് വേണ്ട, മാറ്റി യൂസ് ചെയ്യാം. അങ്ങനെ മാറ്റിയും തിരിച്ചും ചെയ്യും. കാര്യം അതെന്താണെന്നറിയോ, നമ്മളുടെ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടുന്നു, വിഷ്ണു ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തു, ഗംഭീരമായി കൈ പിടിച്ചു, 3 ദിവസമായി ചെയ്താ അവൻ തന്നെ വേറെ വിളിക്കും, ഞാൻ തന്നെ വിളിക്കും. ആ തിരിച്ചറിവുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇവര് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടൊപ്പം തന്നെ അതിന്റെ പക്വത കീപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ അറ്റൻഷൻ സീക്കിങ്ങിനുള്ള വഴികൾ തേടാതിരിക്കുക. തിങ്സ് വിൽ കം. നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി നമ്മൾ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ബിപിൻ ദാസ് ഫൈൻഡ് ചെയ്തത് എന്താണ്, ഇവരിൽ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തോണ്ടാണ് ഇവരുടെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. മനസ്സിലായോ? കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ വിപിൻ ദാസ് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചെടുത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു ടീമിൽ മാത്രമാണ് നിങ്ങൾ കംഫർട്ടബിൾ. അതായത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ വേറെ കുറെ സങ്കേതങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കുറെ ക്യാമറയും വേറൊരു ഡയറക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ പതുക്കെ പതുക്കെ സംസാരിച്ച് കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് വിപിൻ ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ക്യാൻവാസ് ചെയ്തത്? അതായത് അതിപ്പം അവിടെ മാത്രമല്ല, ഇപ്പൊ നമ്മള് പൊതുവെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ ആദ്യമേ കയറി ഇതാവില്ല. അതാണ് അതിനുള്ള ബേസിക് കാര്യം. നമ്മള് ഇപ്പം അതിപ്പോ അവിടെ ആ സിനിമയുടെ ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ നാളെ നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി ആദ്യമേ ബഹളം വെക്കില്ല, നമ്മള് പയ്യെ. അപ്പൊ അതായിരിക്കും ചേട്ടൻ ആദ്യമേ കണ്ട നമ്മളെ, മനസ്സിലായില്ല? അപ്പൊ അതേ കണക്ക് പിന്നെ ചേട്ടനെ അത് അക്സെപ്റ്റ് ആയി. ഓക്കെ, പിന്നെ അവർക്ക് ആ രീതി പറ്റുമെന്ന് ചേട്ടൻ തോന്നിയോണ്ടാണ് പിന്നെ പല രീതിയിലുള്ള റോളും കാര്യങ്ങളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്ന. അതായത് നമ്മളാ ചെല്ലുമ്പോഴേ സിനിമയിൽ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിരിക്കുമല്ലോ. കാര്യം നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാര് നമ്മൾ ഇതോട്ടും ജീവിതത്തിൽ കാണുന്നത്. അതായത് ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നപ്പോഴാണ് ഈ നമ്മൾ ഈ ഓരോ റിയാലിറ്റി ഷോയിലൊക്കെ സെറ്റ് തന്നെ കണ്ട. മനസ്സിലായില്ല? നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അതായത് അറിയത്തില്ല, തുറന്നു കയറുമ്പോ വേറെ സ്ഥലം. കാര്യം നമ്മൾ ഈ വീഡിയോ ഇടയിലായാലും അങ്ങനെ പോകുന്നില്ല, നമ്മളിപ്പോ പടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ ചെല്ലുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അതൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ്. അത് കണക്ക് തന്നെ നമ്മളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് നിൽക്കും, അത് കഴിയുമ്പോൾ നമുക്ക് അതങ്ങ് മാറും. അല്ലാതെ ഈ കുമാർ മാമ ശരിക്കുള്ള ഒരാളാണോ? അല്ല, അത് നമ്മളെ പല വീഡിയോസിലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആളില്ല. അങ്ങനെ ആളില്ല അല്ലേ? ശരിക്കും അവിടെ അങ്ങനെ ഒരു ചായക്കടയും അങ്ങനെ ഒരു ചായക്കടക്കാരുണ്ടെങ്കിൽ ആള് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇത് ഒതുക്കിയെന്നെ. നമ്മളെല്ലാ വീഡിയോസിലും ചേട്ടൻ അറിയാൻ വേണ്ടി പറയാം, എല്ലാ വീഡിയോസിലും നമ്മൾ ഒരു ക്യാരക്ടർ കൊണ്ടുവരും. ആ ക്യാരക്ടർ അങ്ങനെ ആളില്ല നമ്മുടെ കൂട്ടത്തില്. കുമാർ മാമ എന്നാണ് പേര്. അതാ ചോദിച്ചത്, ഇല്ലാത്തൊരാളിന്റെ പേരിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. നമ്മുടെ മറ്റേ എന്താണ് ഇപ്പം നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് റീലിൽ അഭിനയിക്കുന്നതിന്റെ മീറ്റർ അല്ല, കുറച്ച് മാറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിലേക്ക് എങ്ങനെയാന്ന് സെറ്റ് ആയതൊന്ന് പരുവപ്പെട്ടെ? നമുക്ക് ആദ്യം ഒരു 5 ദിവസം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ അതിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് ഓരോന്ന് ചെയ്യിപ്പിച്ച്, പിന്നെ സിനിമയുടെ ആദ്യത്തെ ദിവസം രാജേഷ് മാഷെന്നാ വിളിക്കുന്നത്. രാജേഷ് ചേട്ടനായിരുന്നു, പുള്ളിയായിരുന്നു നമുക്ക് വർക്ക്ഷോപ്പിൽ എല്ലാ കാര്യങ്ങളും റീൽസിന്റെ മീറ്റർ ഇതിന് നമുക്ക് 5 ദിവസം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് നല്ലപോലെ യൂസ്ഫുൾ ആയി. കാര്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഓരോ ഷോട്ട് എങ്ങനെയാണ്, അതായത് ഒരു സീൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ഗൗരവത്തോടെ ചെയ്യണം, എന്ത് കാര്യം അതിൽ ഇടണം. അപ്പൊ നമുക്ക് നല്ല ഉപയോഗം വന്നു സിനിമയ്ക്ക്. അപ്പൊ നമ്മൾ ഓരോ ഷോട്ട് ഓരോ സീൻ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ അത് ആ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല ഉപയോഗമായിട്ടുണ്ട്, നല്ല രീതിയിൽ ഇതായിട്ട്. അപ്പൊ
സീൻ വൈസ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇപ്പൊ അഷറേ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ്, ഇപ്പൊ ഈ തലയിൽ ഒരു പൂ കുത്തി വെച്ചോന്ന് വെച്ചാൽ ഈ വലിയ ആളാടാ പറയുന്ന ഒരു ഒന്നുമില്ല, ചെറിയൊരു സൺഫ്ലവറിന്റെ പോലത്തെ ഒരു പൂ തലയിൽ കുത്തി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. അപ്പൊ അത് കണ്ടിട്ട് പറയാണ് ഇത് തലയിൽ പൂ വെച്ച് കഴിഞ്ഞാൽ വലിയൊരാളാണ്. അത് ഭയങ്കര ചിരി ഉണ്ടാക്കുക നമുക്ക്. അതുപോലെ ഇപ്പൊ നമ്മൾ പലതരം ഫലൂഡകൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മെനുവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ ഫലൂഡ എന്ന് പറയുന്ന സാധനം മെനുവിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഇത്ര വലിയ സാധനമാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് നിങ്ങളുടെ റീല് കാണുമ്പോഴാണ്. ഈ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എങ്ങനെ സംസാരിച്ച് വരുന്നതാണോ? അതെങ്ങനെ അറിയാം ബ്രോ, അത് പ്ലാൻ ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. അത് റിയൽ ലൈഫിൽ ആൾക്കാർ നോർമലി പറഞ്ഞു പോണേ. അപ്പൊ നമ്മളെ വീഡിയോ ഇങ്ങനെ റിപ്പീറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നേ. അപ്പൊ ആ സമയത്ത് വലിയ ഫലൂഡയ്ക്ക് വേണ്ടി ഞാൻ മോൺസ്റ്റർ ഫലൂഡ കണ്ടിട്ടുണ്ട്. ഈ ഇതിലൊക്കെ ഫലൂഡ തന്നെ ഇത്രയുണ്ട്. ഇപ്പൊ മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ കൂടുതലുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ അത് കൂടുതൽ എടുത്ത് പറയാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്ത് അത് ഉപയോഗിച്ചു. അത്രയുള്ളൂ. അത് പിന്നെ പൂ ഇരിക്കുമ്പോ ഇവന്റെ മുഖത്ത് പോവാ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അവനെ ഡയലോഗ് പറയാൻ തോന്നുമ്പോ അത് പറയും. അതൊന്നും സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഡയലോഗ് ഒന്നും അല്ല. ഇപ്പൊ എന്നെ കാണുമ്പോൾ അവൻ എന്ത് പറയാൻ തോന്നുന്നു അത് ലൈവായിട്ട് വരുമ്പോഴാണ് ആൾക്കാർക്ക് ചിരി ഉണ്ടാകുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഒരു അൺഐഡന്റിഫൈഡ് കെമിസ്ട്രി അവരുടെ ഉണ്ട്. അത് നമ്മൾ എത്ര കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഭംഗി കളയണ്ട, അത് നിലനിൽക്കട്ടെ, ഡൈസെക്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഓഡിയൻസ് ഉണ്ടെന്നും നിങ്ങളെ കാണാൻ വരുന്നും ഇപ്പൊ കുറച്ച് എക്സ്ട്രീം പോയിട്ട് ആളുകൾ വാഴ 2 മുമ്പിൽ ദൃശ്യം വേർക്കും എന്നുള്ള രീതിയിൽ വരെ പോലും ആളുകൾ ഇതാക്കുന്നത് അത് നിങ്ങളോടുള്ള വിശ്വാസം കാരണം കൊണ്ടാണ്. അപ്പൊ ഫാൻസ്, നിങ്ങളുടെ കണ്ടന്റ് ആഗ്രഹിക്കുന്ന ഒരു ഫാൻസ് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ കുമാർ മാമയുടെ ചായക്കടയുടെ തമാശകളും, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് പോകുമ്പോഴുള്ള തമാശകളും, നിങ്ങളുടെ ഇല്ലാത്ത കാമുകിമാരുടെ തമാശകളും, ലവ് ലൈഫിലെ തമാശകളും, അതിന്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ അല്ലെങ്കിൽ അതിന് മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ വാഴ 2 കിട്ടുമോ? ഇവരാദ്യം ദൃശ്യം 3 ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. വിപിൻ ദാസും. അതെ, നിങ്ങൾ റീല് കാണുന്ന അതേ ഇമോഷൻ സിനിമയ്ക്കും കിട്ടുമോ? റീല് പോലെ അല്ല. ഇപ്പം റീല് പോലെ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റീല് നിങ്ങൾ മാറ്റി നിർത്തിക്കോ. അതേ പറയാൻ പറ്റും. അപ്പൊ റീല് പോലെ ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ ഇത് പറയാനുള്ള ഒരു അവസരമാണ് പറയാണ്, റീല് പോലെയുള്ള വ്യക്തികളായിട്ട് കാണണ്ട. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന 4 പേര് ഒരു സിനിമ ഇറങ്ങി അത് വന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ എന്താണ് പറയാനുള്ള. അല്ലാതെ എന്താണ് നമുക്കും പറഞ്ഞുതരാൻ അറിയില്ല. കാര്യം എന്താണ്, അതെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അതെന്താണ് നിങ്ങൾ കണ്ടിട്ട് പറയണം. പക്ഷെ നമ്മളൊരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്ക് അത് എങ്ങനെ ജഡ്ജ് ചെയ്യണം എങ്ങനെ അറിയില്ല. എങ്ങനെ നിങ്ങൾ ജഡ്ജ് ചെയ്യിക്കണം എന്ന് പറയാൻ അവർക്കും ഇതിൽ കിട്ടിയിട്ടില്ല. അവര് പറയുന്നതാണ് കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് വന്ന് കാണൂ ഫസ്റ്റ് അല്ലേ. അപ്പം ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ അറിയത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു, ഇതാണ് അപ്പൊ നിങ്ങൾ വന്ന് കണ്ട. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ അറിയാവുന്നുള്ളൊരു വിശ്വാസത്തിൽ പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കിയിട്ട് എന്താണ് നിങ്ങൾ അഭിപ്രായം പറയാം. കല്യാണത്തിൽ പങ്കെടുക്കൂ. അതെ ചേട്ടാ, ഇപ്പൊ ഈ നോർത്തിലൊക്കെ ഇപ്പൊ ഒരു 300K ഒക്കെ ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെ നടക്കുന്ന തന്നെ ഒരു ബോളിവുഡ് സ്റ്റാറിനെ പോലെയാ. ഡ്രസ്സപ്പ്, അവരുടെ യൂസ് ചെയ്യുന്ന കാറുകള്, അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന പ്രൊമോഷനൊക്കെ. ഇവര് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ആളുകൾ. അതായത് ഇവരെ നമുക്ക് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും വളരെ സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാർ, സംസാരിക്കുമ്പോഴായാലും ശരി, ഡീൽ ചെയ്യുമ്പോഴായാലും ശരി, ഇവരുടെ സിംപ്ലിസിറ്റി പറ്റി രാജേട്ടന് എന്താ തോന്നുന്നത്? ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഓരോരുത്തരുടെ ചോയ്സ്. ഇപ്പൊ അവർക്കത് താല്പര്യം ഇല്ലായിരിക്കും. അവര് ഹോൾഡ് ചെയ്യുന്ന ഒരു മിനിമലിസത്തോ ആയിരിക്കും അവരുടെ കംഫർട്ട് സോൺ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും കംഫർട്ടബിൾ ആയിട്ട്. മറ്റവർക്ക് അത് ബാധ്യതയായിരിക്കും. ഇപ്പൊ ഇവർക്ക് അത് ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ചിലപ്പോ അവർ അൺകംഫർട്ടബിൾ ഏതാണെന്നുള്ള ഒരാളുടെ ചോയ്സ് ആണ്. എന്താണ് ഇത്ര സിമ്പിൾ ആവാനുള്ള? അല്ല, അതെങ്ങനെയാണെന്നറിയാം. അത് ഇപ്പൊ എനിക്കിപ്പോ നല്ല ഇച്ചിരി ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും ഒരു അത് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചില ആൾക്കാർ ചില ഇഷ്ടങ്ങൾ വരും. മനസ്സിലായി? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പൊ എനിക്കിപ്പം ഡ്രസ്സിലായിരിക്കില്ല ചിലപ്പോ ഞാൻ പൈസ കൂടുതൽ ചെയ്യുന്ന. ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിന് വാച്ചിലായിരിക്കും കൂടുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ ഷൂ ആയിരിക്കും. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അത് അങ്ങനെ ചെയ്ത് നടക്കാൻ ഇഷ്ടമാണ്. അതെ 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 അങ്ങനെ ചില ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ നോർമലി ഇങ്ങനെയാണ്. അതായത് നമുക്കിതാണ് ഏറ്റവും ലാസ്റ്റ്. നേരത്തെയാണ് നമ്മൾ ഇങ്ങനെ തന്നെ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ നമുക്കൊരു ഇപ്പൊ ഇനി എത്ര പൈസ എന്ന് പറഞ്ഞാൽ എത്ര ഒരു വലിയ കടയിൽ കയറിയാലും നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങിപ്പോകും. നമ്മൾ ഇങ്ങനെ വലിയ ബഹളം ഇല്ലാതെ. പക്ഷെ നമ്മളതിൽ അറിയാത്ത കടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് സ്വഭാവം മാറും. ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ എവിടെയാണ് ആലുവയിൽ അകത്തെ ഒരു കഞ്ഞിക്കട കയറി, അവിടെ വരുന്ന ആർക്കും നമ്മൾ അറിഞ്ഞുകൂടാ. അവിടെ കിടന്ന് അക്രമം വരുന്നു. ഫ്രീ ആയി ചേട്ടാ പപ്പടം ഇവിടെ വന്നില്ല, ചേട്ടാ ഇത് വന്നില്ല, അത് വന്നില്ല. അതേസമയം വേറെ കടകളിലൊക്കെ കയറി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ചേട്ടാ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്.
രീതിയിൽ. ഒരു അതെ, അല്ലാതെ അത് വേറെ ഒരു കാര്യം കൊണ്ടല്ല, സിംപ്ലിസിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരെ നമുക്ക് ഇടയിൽ കംഫർട്ട് ആണ്. ഇപ്പൊ നമ്മള് ഇതില് ഇങ്ങനെ ഒരു മേഖല അറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ ഇതേ കണക്കായിരിക്കും നമ്മൾ നിൽക്കുന്ന. മനസ്സിലായി, ഇതേ ഡ്രസ് ആയാലും കാര്യമായാലും ഏത് രീതിയാണെങ്കിലും. വിനീത് എന്നോട് പണ്ട് മലർവാടി ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ കാഷ്വൽ ടോക്കിൽ വിനീത് പറഞ്ഞ സാധനം പെട്ടെന്ന് ഓർത്താ, ഇപ്പൊ വിഷ്ണു ഞാനും ഫ്രണ്ട്സാ. വിഷ്ണു ഭയങ്കര വെൽ ഓഫാ, ജോലി പഠിത്തം കോളേജ് കഴിഞ്ഞു വലിയൊരു കമ്പനി ജോലി കിട്ടി. ഞാൻ തോറ്റൊക്കെ നടക്കുക, സപ്ലൈക്ക് എഴുതി നടക്കുക. അപ്പൊ അടുത്തൊരു വരവിൽ അപ്പൊ അമേരിക്കയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട് നവീൻ എന്ന് പറഞ്ഞു. ഒരു നല്ല ബുദ്ധിയുള്ള നല്ലൊരു മനുഷ്യൻ ചെയ്യുന്ന എന്റെ വിനീത് പറഞ്ഞപ്പോൾ ഞാൻ റിലേറ്റ് ചെയ്തേ. വിഷ്ണു അടുത്ത വരവ് വെക്കേഷന് വരുമ്പം സന്തോഷത്തിന് എന്നെ കൊണ്ടുപോകേണ്ടത് ഒരു സ്റ്റാർ 5 സ്റ്റാറിന് ആയിരിക്കാം, പക്ഷെ ശരിക്കും കൊണ്ടുപോകേണ്ടത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ വന്ന് കംഫർട്ടബിൾ ആവില്ല. ഇത് പണ്ട് വിനീത് പറഞ്ഞ ശരിയാണ്. അവന് കംഫർട്ടബിൾ ചിലപ്പോൾ നാട്ടിൻപുറത്തെ ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ ധനസ്ഥിതി കാണിക്കാനല്ലോ. അപ്പൊ മറ്റേ ആളും അതിനല്ല. പക്ഷെ നമ്മൾ സെൻസിബിൾ ആയി ചിന്തിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് കംഫർട്ടബിൾ ആണ് അവിടെ നമ്മൾ പോകണ്ട. മറ്റേടത്ത് അയാളെ നമ്മൾ സന്തോഷം കാണാൻ എല്ലാം കൊണ്ടുപോയാലും ചിലപ്പോൾ അയാൾ അയ്യോ ഒന്ന് അയാൾക്ക് ചിലപ്പോൾ അവിടെ പെരുമാറാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പോയി ചെയ്തിട്ടുള്ള റീലുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഹെൽത്ത് കുട്ടൊക്കെ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ബ്രേക്കിൽ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതായത് നിങ്ങൾ ചെയ്ത റീലുകളുടെ പേരിൽ സാധാരണ നാട്ടുകാർ, സാധാരണ കുട്ടികൾ വന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഫാനാണെന്ന് പറയാ, അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിന് എങ്ങനെയാണ് ആശ്രമം ഡിസ്ക്രൈബ് ചെയ്യും? സന്തോഷം. അതായത് നമ്മളിപ്പോ തിരിച്ചറിയുന്നത് അത് ഇപ്പൊ നല്ലൊരു രീതിയിൽ നമ്മളെ തിരിച്ചറിയുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിപ്പം ഇപ്പം റീല് മാത്രം എന്ന് പറയുന്നില്ല, ഈ റീല് ഓഡിയൻസ് അല്ല സിനിമയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചില ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്, കൊച്ചുമക്കള്, വലിയ ആൾക്കാര്, ചില അമ്മമാര്, അവരൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര സന്തോഷമാണ് നമ്മൾ. അതായത് നമ്മൾ ചെയ്യുന്ന കൂടുതലും പയ്യന്മാരെ ആണെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത സ്ഥലത്ത് നമ്മൾ അറിയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവരത് കാണാൻ സാധ്യത ഇല്ല, പക്ഷെ അവര് തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം. മനസ്സിലായില്ലേ? ഇപ്പൊ അത് തന്നെയാണ് ചേട്ടൻ പറയുന്നത്. ചില വീഡിയോസ് ആദ്യം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവൂല, അത് അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന കാര്യം ആദ്യമേ കിട്ടൂല. അതിപ്പോ ഒരു ഫ്രണ്ട് സർക്കിളിൽ കയറിയാലും അങ്ങനെയാണ്. ഒരു പുതിയ ഗ്യാങ്ങിനിടെ ചെല്ലുമ്പോൾ അവർ ചിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിരിക്കൂല, മനസ്സിലാവില്ല. പക്ഷെ കുറച്ചാൾ കൂട്ടുകൂടുമ്പോൾ നമുക്ക് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. അതാണ് നമ്മളെ റീലിലെ കണക്ഷൻ വരുന്നത്. മുന്നേ കണ്ടാലേ ഇത് വരുമ്പോൾ ചിരി വരുള്ളൂ. അതിന് നമ്മളെ കൂട്ടുകാരുടെ ചില കാര്യങ്ങളൊക്കെ കളിയാക്കി ചിരിക്കുന്ന പോലെ നമ്മൾ ആ ഒരു വേൾഡിൽ വരുമ്പോ പിന്നെ ആ ഒരു സാധനം കിട്ടും. അതെ അതെ അതെ. പുറത്തുനിന്ന് ചില ആൾക്കാർ വരുമ്പോൾ ആദ്യം അക്സെപ്റ്റ് ആവൂല എല്ലാവർക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവര് ആദ്യം എതിർക്കും, നോക്കും, പിന്നെ പിന്നെ അവർ കണ്ടുവരുമ്പോ ഇഷ്ടപ്പെടും. പിന്നെ ആൾക്കാർ അത് കണക്ക് തന്നെ ഈ വഴി വെച്ച് കാണുമ്പോഴും നമ്മളടുത്ത് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് തിരിച്ചറിയുന്നല്ലോ, ഇങ്ങനെയാണല്ലോ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സീനിയർ ആക്ടേഴ്സും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ അജു ചേട്ടനുണ്ട്, ബീച്ച് ചേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. സുധീഷ് ചേട്ടനുണ്ട്, വിജയ് ബാബു ചേട്ടനുണ്ട്, അൽഫോൺസ് പുത്രനുണ്ടല്ലേ? കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എടുത്തു പറഞ്ഞ അൽഫോൺസ് പുത്രൻ ഉണ്ടല്ലേ? എന്റെ തെറ്റാ. അപ്പൊ ഈ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ, അതായത് നിങ്ങളുടെ അല്ല, അപ്പൊ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഇവരെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരെ പറ്റി പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ നിങ്ങളുടെ കൂടെ വന്ന് അഭിനയിക്കുന്നു, ഇവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഐസ് ബ്രേക്ക് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് അവരായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഒന്ന് മാറിക്കണ്ടല്ലോ, അത് എങ്ങനെ സംഭവിക്കുക? അത് മെയിൻ കാര്യം അവർ ഇങ്ങോട്ടൊന്നും നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചൊന്ന് ഇതാവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ ഇങ്ങോട്ട് സംസാരിച്ച് എല്ലാം ലെവലാക്കി. അജി ചേട്ടനായ പോലും ഇങ്ങോട്ടാണ് വീഡിയോ കൊള്ളാം, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങോട്ട് ഈ വാഴ 1-ന്റെ പ്രൊമോഷൻ സമയത്ത് സെന്റ് തെരേസാസി പോയിട്ട് ഹാഷിർ ആൻഡ് ടീം എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ, ആരാധക വൃന്ദങ്ങൾ, ഏതാണ് ഇവൻ എന്നുള്ള ഏത് തനി അസൂയയുടെ ഭാഗമായി ശ്രദ്ധിച്ച് അവസാനം ഇഷ്ടം ആയി മാറിയ ആണ് ഇവരുടെ വീഡിയോസിലൂടെ. എന്നിട്ടാണ് ഞാൻ വാഴ 2-ലോട്ട് എത്തുന്നത്. അത് ഞാൻ എത്തുന്ന പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷമാണ്. ബിബിൻ ദാസ് വിളിച്ചു, സർ ഇത്രയും ദിവസമുള്ളോ, ഇനി കൂട്ടിക്കോളൂ. അങ്ങനെ മിക്കവരും ഓൾറെഡി വീഡിയോസ് ആ സമയം പോയി വാഴ 1 കഴിഞ്ഞൂടെ അവരുടെ പണിയെടുത്ത്, അല്ലാതെ ചുമ്മാ നോക്കി ഒരാൾ ഇഷ്ടപ്പെടുന്നല്ലോ. അവര് പണിയെടുത്തുണ്ടാക്കിയ കഥാപാത്രങ്ങളും സീനുകളും കണ്ട് നമുക്ക് ഇഷ്ടമാണ്. അൽഫോൺസ് പുത്രൻ എങ്ങനെയാ ബ്രേക്ക് ചെയ്ത്? അടിപൊളിയാണ്, പുള്ളി നല്ല ക്യാരക്ടറാണ്. പുള്ളിയുടെ ചെയ്യുന്ന ഒരു സീനായ പോലും നമുക്കൊരു കംഫർട്ട് ഉണ്ട്. ഭയങ്കര ഒരു ഹാപ്പി മനുഷ്യൻ, ഒരു കംഫർട്ട്. അൽഫോൺസിന്റെ സീൻ
കലക്കൻ സീൻ. അതെ അതിൽ കംഫർട്ട് ഞാൻ അൽഫോൺസിന് മെസ്സേജ് അയച്ചു ആ ഡബ് കണ്ടപ്പം. ഞാൻ പറഞ്ഞു നിങ്ങൾ കലക്കി കളഞ്ഞു. ഒരു കംഫർട്ട്. അത് മാത്രമല്ല ഒരു നമുക്ക് വലിയൊരു സീനിയർ ആക്ടറാണ്. അതുകൊണ്ട് പുള്ളി ആദ്യമേ എല്ലാവരും അജിചേട്ടനായാലും ബിജുക്കുട്ടൻ ചേട്ടനായാലും സുധീഷ് ചേട്ടനായാലും എല്ലാവരും നമ്മൾ ആ മിങ്കിൾ ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഞാനൊരു സീനിയർ ആക്ടറാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല. അവർ സംസാരിക്കുന്ന രീതി ആയാലും നമ്മളെ കംഫർട്ടാക്കി നമുക്ക് നമ്മളെ കൂടെ ചെയ്യുന്ന ഓരോ സീനായാൽ പോലും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഈ സിനിമ വരുന്നതിന് മുന്നേ തന്നെ ഇവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. ഇത് സിനിമയെ നമുക്ക് കിട്ടിയതല്ല, നമുക്കിപ്പം ആൾക്കാരെ കിട്ടിയ സ്നേഹവും ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന ഇതൊന്നും നമുക്ക് സിനിമയിൽ നിന്ന് വന്നതല്ല. ഇത് നമ്മൾ വേറൊരു മേഖലയെ നമുക്ക് കിട്ടിയത്. അപ്പൊ അതിൽ അവർ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര അംഗീകാരം. നമ്മൾ ഒന്നും കരുതാതെ, അതായത് പണ്ട് നമ്മൾ ടി വിയിലൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ അടുത്തിരിക്കുന്നതും സംസാരിക്കുന്നതും ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇപ്പോഴും, അതായത് നമ്മൾ ഇന്നായാലും ഇന്നിപ്പോ ഒരു കടയിൽ കയറിയാലും നമ്മൾ സംസാരിക്കും, ഇന്ന് ആരോടെ ഇരുന്നത് നീ ചേട്ടനോട് ഈ ഇടയ്ക്ക് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇരുന്ന് കുത്തിയൊക്കെ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് സിനിമ ഒരു കയറുന്നതായിരിക്കും ഇങ്ങനെ. അപ്പോ അതെ അതെ. പിന്നെ ഒരു മിനിറ്റ് അപ്പോൾ അതായത് നമ്മൾ കൊച്ചിയിലെ ടിവിയില് തിയേറ്ററിലെ കണ്ട ആളോടെ നമ്മളിത് അഭിനയിച്ചെന്നൊരു ചേട്ടനോട് അഭിനയിച്ച സീനായാലും എല്ലാവരുടെ ആ ഒരു സംസാരം ഇങ്ങനെ പറയുകയും ചെയ്തു. അതായത് എങ്ങനെയാണെന്നറിയോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാബാക്കല്ലി പണ്ടൊക്കെ നമ്മൾ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴാണ് കൊച്ചുപിള്ളേർ എല്ലായിടത്തും കൊണ്ടുപോകണം, സ്കൂളിലേക്ക് പഠിപ്പിക്കും. അതുകൊണ്ട് പണ്ട് തിയേറ്ററിൽ കൊണ്ടുപോയിരുന്നു സിനിമ കാണിക്കാൻ വേണ്ടി. അതെ, അങ്ങനെ നമ്മളെല്ലാം കൂടെ ബാബ കല്യാണിയാണ് കാണിക്കാൻ കൊണ്ടുപോയ ലാലേട്ടന്റെ പടം. അപ്പൊ ഞാൻ എത്രയുണ്ട്, ഞാൻ ആ സിനിമ കണ്ട ആ ലാലേട്ടന്റെ പടത്തിന്റെ കൂടെയാണ് ഇപ്പം. അപ്പൊ ഞാൻ ഇത് എങ്ങനെ സന്തോഷം, ആരാധന ഉള്ള അത് സോഷ്യൽ മീഡിയ അതിനെ എങ്ങനെ ഡൈസെക്ട് ചെയ്ത് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ നന്ദിയായിരിക്കും. മനസ്സിലായി, മൊത്തത്തിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഏത് മനുഷ്യനും അങ്ങനെയല്ലേ ഉള്ളൂ, അല്ലാതെ ഉടനെ ഈക്വൽ ആവുമോ ഇല്ല. ഇവര് അത് പൊട്ടത്തരല്ലേ, ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, പറയും. പക്ഷെ കൂടുതൽ ആൾക്കാരും നല്ലതിനു വേണ്ടി നിൽക്കും. ഇപ്പൊ സിനിമയാണെങ്കിൽ ഏതായാലും നല്ലതാണെങ്കിൽ ആൾക്കാർ എല്ലായിടത്തും വരെയും പോയി, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, അങ്ങനെ തന്നെ. അപ്പൊ ശരിക്കും നിങ്ങൾ സിനിമ ആഗ്രഹിച്ചിട്ട് ഉണ്ടായിരുന്നില്ലേ? സിനിമ ആഗ്രഹിച്ചല്ലേ നമ്മൾ ചെയ്തത്, അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതായത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, അത് നല്ലതായിട്ട് എല്ലാം മില്യൺസ് അല്ലേ, അപ്പൊ ഇങ്ങനെ ഉള്ളിൽ പോലും തോന്നിയിട്ടില്ല അല്ലെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ? അല്ല ബ്രോ, റീൽസ് ചെയ്യുമ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി അല്ല ചെയ്തത്. സീരിയസ്ലി നമുക്കുള്ള ഒരു കണ്ടന്റ് ആൾക്കാർക്ക് ഇടയിൽ എത്തിക്കാൻ, നമ്മളൊരു ആ ഒരു വൈകിട്ടത്തെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലോ രാവിലെ എങ്ങനെയാണോ അത് ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്ത് തമാശയൊക്കെ ചെയ്ത് പോയി. അല്ലാണ്ട് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ. പിന്നെ പണ്ടൊക്കെ വെറുതെ പറയുമായിരുന്നു. ഫസ്റ്റ് വീഡിയോയുടെ കഥ എന്താണ്? ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഫുഡ് കഴിക്കാൻ പോണ എന്റെ, അതായത് ഇവ ഇങ്ങനെ ചോദിക്കും നിനക്ക് അത് വേണോ, അന്ന് ഞാൻ അത് വേണോന്ന് പറയുമ്പോ ഇവ അപ്പോഴേ തീരുമാനം മാറ്റി. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം ഊണും ഇതുമാണ്. അപ്പൊ ഇവൻ എന്റെ ചെലവിലായിരിക്കും കഴിക്കാൻ വരുന്ന. അപ്പൊ ഞാൻ വെയിറ്ററിന്റെ അടുത്ത് ചോദിക്കും എന്തൊക്കെയുണ്ട് കഴിക്കാൻ. അപ്പൊ അവര് ഓർഡർ ഞങ്ങൾക്ക് എന്ത് വേണോ ഞാൻ ഇവന്റെ അടുത്ത് ചോദിക്കും, സ്നേഹത്തോടെ ചോദിക്കും. ഇപ്പം ബിരിയാണി വേണോ ഊണ് വേണോ എന്ന് ചോദിക്കും. അപ്പം പറയും ബിരിയാണി, പിന്നെ ചേട്ടാ 2 ഊണ്. അങ്ങനെ ഇങ്ങനെ ഇവന്റെ അടുത്ത് എല്ലാം ചോദിച്ചു മനസ്സിലായി. 2-3 തവണ ഞാൻ ഇത് തന്നെ കാണിക്കുന്നത്. അപ്പൊ അവന് മനസ്സിലായി ഐസ്ക്രീം വേണോ ഫലൂഡ എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ ഫലൂഡയ്ക്ക് ഇഷ്ടം. അപ്പൊ ഐസ്ക്രീം പറയും, അപ്പൊ ഫലൂഡ ഓർഡർ ചെയ്യും. അപ്പൊ അതങ്ങനെ ഓർഡർ ചെയ്യും. അപ്പൊ അവന് കിട്ടാനുള്ള കാര്യം വീണ്ടും തിരിഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ, അതാണ് ഫസ്റ്റ് വീഡിയോ. പക്ഷെ നല്ല വൈറലായിരുന്നു ഫസ്റ്റ് വീഡിയോ. അതും ഇപ്പൊ ആ ചോദ്യം ചോദിച്ചത് നമ്മളല്ലേ? ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ അതിന് കറക്റ്റ് ഉത്തരം പറയണമെങ്കിൽ ഈ ഒരു മേഖലയിൽ എത്താൻ വേണ്ടിയല്ല തുടങ്ങിയത്. പക്ഷെ പിന്നെ ആ മേഖലയിലേക്ക് എത്താൻ വേണ്ടിയാണ് പകുതി തൊട്ട് അങ്ങോട്ട്. പിന്നെ അതിനു വേണ്ടിയാണ് തുടക്കം അതല്ല, അവരുടേതായ ഒരു സെൽഫ് എന്റർടൈൻമെന്റ്, മറ്റാരെങ്കിലും അടുത്തുള്ള ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അതെ കറക്റ്റ് ഉത്തരം. അലൻ ഹാഷിർ, ഞാൻ ഇത്രയും ക്ലാരിറ്റിയും ഇത്രയും പക്വതയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്ത് ക്ലിയർ ആയിട്ടാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ. ജെന്യുവൻ ലവ് ഫോർ യുവർ ആർട്ട് ഫോം, അതായത് സിനിമയായാലും റീൽസിനായാലും അതിന് നിങ്ങൾക്ക് വല്ലാത്തൊരു ബഹുമാനമുണ്ട്. എന്താണോ റീൽ ക്രിയേറ്റർ അവരൊക്കെ തന്നെ ഏറെക്കുറെ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും അവരതായി ആവാനാ ശ്രമിക്കുക, അങ്ങനെ മാർക്കറ്റ് ചെയ്യാനാ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. സിനിമ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വലിയ സൗഭാഗ്യങ്ങളും വലിയ ഈ പറഞ്ഞ പോലെ ഒരു കരിയറും ഉണ്ടാക്കി തരട്ടെ. ആൻഡ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, ദൃശ്യത്തിന് ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾ വാഴയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.
സ്റ്റേ പോസിറ്റീവ്, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു ചേട്ടാ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.